കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ മൈക്കിൾ ബെന്നി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബെന്നിയുടെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞി പള്ളിയുടെ അവിടെ നിന്നും തോട്ടുമുക്കം പോകുന്ന വഴി 1/2 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീടുള്ളത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറയക്കുടിയിൽ ബെന്നി എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ മൈക്കിളിനെയും കുടുംബത്തെയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറയക്കുടിയിൽ ആയ മിഖായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5ാമത്തെ ആളാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടിയിൽ താമസിച്ചിരുന്ന ഔസേപ്പ്. ഔസേപ്പിന് 10 മക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും മൂത്ത മകനാണ് മൈക്കിൾ. മൈക്കിളിന്റെ 11 മക്കളിൽ 9ാമത്തെ മകനാണ് ബെന്നി എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ മൈക്കിൾ. ബെന്നിയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ബെന്നി എന്നാണ് പേര് അല്ലേ? അതെ അതെ. ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് എന്റെ പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം എവിടെയാണ്? ഇതിപ്പോ കൂടരഞ്ഞി എന്ന് പറയും. കൂടരഞ്ഞിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി. കൂടരഞ്ഞി. ഈ കൂടരഞ്ഞിയിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ ഏകദേശം ഒരു 70 വർഷത്തിനടുത്തായി. 70 വർഷത്തോളമായി. അതായത് ഫാദർ ആയിട്ടാണോ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണോ? ഇവിടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് ആദ്യം വന്നത്. ഗ്രാൻഡ് ഫാദർ ആണ് ആദ്യം കൂടരഞ്ഞിക്ക് വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫാദർ പിന്നെ അവിടുന്ന് പിന്നെ വേറെ മാറി താമസിച്ച വീടാണ് ഇത്. ആ ഫാദർ താമസിക്കുന്ന തറവാടാണ് ഇത് ഈ കൂടരഞ്ഞിയിലുള്ള തറവാടാണ് നിങ്ങളിപ്പോ താമസിക്കുന്നത്. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? മോളി. മോളി ചേച്ചി, നിങ്ങൾ കൃഷി കാര്യങ്ങളാണോ അതോ എന്തെങ്കിലും ജോലിയുള്ളവരാണോ? കൃഷി കാര്യങ്ങളാണ്. രണ്ടുപേരും ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? വയനാട് മാനന്തവാടിയിലാണ് വീട്. വീട്ടുപേര് വെളിയത്ത് കുടുംബാംഗമാണ്. മാതാപിതാക്കന്മാരുടെ പേര്? എന്റെ അപ്പച്ചന്റെ പേര് കുരുവിള എന്നാണ് അപ്പച്ചന്റെ പേര്. അമ്മയുടെ പേര് മറിയാമ്മ. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് വയനാട്ടിൽ തന്നെയാണ്. അവരെ നാട്ടിലായിരുന്നു. അവര് ചെറുപ്പത്തില് ഇങ്ങോട്ട് പോകുന്നവരാണ്. വയനാട്ടിൽ വന്നവരാണ്. അമ്മയുടെ വീടും അവിടെ തന്നെയാണ്. അമ്മയുടെ വീട്ടുപേര് എന്തായിരുന്നു? അരിപ്ലാക്കൽ എന്നാണ് അമ്മയുടെ വീട്ടുപേര്. അമ്മയുടെ പേര് മറിയാമ്മ എന്നാണ് അമ്മയുടെ പേര്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. മൂത്തയാളുടെ പേര് അമൃത. എന്ത് ചെയ്യുന്നു? അവളിപ്പോ പിന്നെ നഴ്സിംഗ് പാസ്സായിട്ട് ഇപ്പൊ അയർലൻഡില് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നഴ്സിംഗ് കഴിഞ്ഞ് അയർലൻഡിലെ നഴ്സായിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നു. വിവാഹം കഴിപ്പിച്ചതാണ്. ഭർത്താവിന്റെ പേര് ടിനോ. ടിനോയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്ത കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. കോടഞ്ചേരി എന്ന സ്ഥലത്താണ്. വീട്ടുപേര് നെടുമ്പള്ളി. അവർക്ക് കുട്ടികളുണ്ടോ? ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര്? ലൈറ മറിയം ടിനോ. കുട്ടിയുടെ പെൺകുട്ടി മാത്രമാണ്. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അവർക്ക് ഉള്ളത്. അവരുടെ കുടുംബമായിട്ട് അയർലൻഡിലാണ്. രണ്ടുപേരും നഴ്സിംഗ് ഫീൽഡിലാണോ? അല്ല, ഒരാളെ എഞ്ചിനീയർ. ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. മോള് നഴ്സിംഗ് ഫീൽഡ്. അതെ. അതിന്റെ ഇളയാള് അർച്ചന എന്ന് പറയും. അതെ. അർച്ചന എവിടെയാണ്? അർച്ചന ജർമ്മനിയില് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ജർമ്മനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. നഴ്സിംഗ് ഫീൽഡിലായിരുന്നു? അല്ല, ഇവിടുന്ന് BSc ഫിസിക്സ് ആയിരുന്നു. ഇവിടെ പാലായിൽ അൽഫോൻസയിലായിരുന്നു കഴിഞ്ഞ. പിന്നെ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പോയതാണ്. വിവാഹം കഴിഞ്ഞതാണോ? അല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. ജർമ്മനിയിൽ അതിന്റെ എത്തിയിരിക്കുന്നു. താഴെയുള്ള ആളുടെ പേര് ഐശ്വര്യ. ഇപ്പൊ നഴ്സിംഗ് ഇവിടെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. ശാന്തി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം. നഴ്സിംഗ് പഠനം സെക്കൻഡ് 2ാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയാണ്? 3 കുട്ടികളാണുള്ളത്. ബെനിച്ചേട്ടന്റെ മാതാപിതാക്കന്മാരുടെ പേരെന്താണ്? എന്റെ ചാച്ചന്റെ പേര് മൈക്കിൾ എന്നാണ്. അമ്മയുടെ പേര് അന്നമ്മ. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് മേലുകാവ്. വീട്ടുപേര് വലനാട്ട് എന്ന് പറയും. വലനാട്ട് എന്നാണ് വീട്ടുപേര്. അവരുടെ രണ്ടുപേരും നിലവിൽ ജീവിച്ചിരിപ്പില്ല. ഇല്ല. അവര് മരിച്ചിട്ട് എത്ര വർഷമായി? ചാച്ചൻ മരിച്ചിട്ട് ഒരു 15 വർഷമായി.
15 വർഷമായി. അമ്മ ഒരു 5 വർഷം 5 വർഷം മുമ്പ് മരിച്ചുപോയി. മരിച്ചു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് മൊത്തം 11 മക്കളായിരുന്നു 11 മക്കളാണ് ഉള്ളത്. ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏറ്റവും മൂത്തതാരാണ്? മൂത്താണ് സിസ്റ്റർ ക്ലമൻസ്. സിസ്റ്റർ ക്ലമന്റ്. സിസ്റ്റർ എവിടെയാണ്? സിസ്റ്റർ ഇപ്പോൾ ഇവിടെ കുടഞ്ഞില് മഠത്തിലുണ്ട്. മഠത്തിലാണ്. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? CMC കുടഞ്ഞി മഠത്തിലാണ് സേവനം ചെയ്യുന്നത്. അതെ. സിസ്റ്റർ ഏതെങ്കിലും പ്രത്യേക പ്രൊഫഷൻ ഉണ്ടായിരുന്നു. സ്കൂൾ ടീച്ചറായിരുന്നു. സ്കൂൾ ടീച്ചറായിരുന്നു. ഇപ്പൊ റിട്ടയറായി. ഇപ്പൊ ഇവിടെ വിശ്രമ ജീവിതമാണ് കുടഞ്ഞിയില്. അതിന് താഴെയുള്ള ആള് മരിച്ചുപോയി. പേര് ജോസഫ്. ജോസഫ് എന്ന് പറഞ്ഞ ആളാണ്. ഇല്ല, 7 വയസ്സുള്ളപ്പം 7 വയസ്സുള്ളപ്പം മരിച്ചുപോയതാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയതാണ്. മൂന്നാമത്തെ ആള് സിസ്റ്റർ ജെയിൻ മേരി. സിസ്റ്റർ ജെയിൻ മേരി. അത് CMC ആണ്. ഇപ്പൊ മൈസൂരിലാണ്. മൈസൂർ ഏത് മേഖലയിലാണ്? അവിടെ അക്കൗണ്ടിങ് ഒക്കെ ആയിരുന്നു. അക്കൗണ്ടിങ് സെക്ഷനാണ്. കുറെ കാലം അവിടെ ബിഷപ്പ് ഹൗസില് ഉണ്ടായിരുന്നു. അക്കൗണ്ടിങ് സേവനം ചെയ്യുന്നുണ്ട്. ത്രേസ്യാമ്മ എന്ന് പറയും. അഭിവാജ്യം ഇവിടെ തോട്ടുമുട്ടത്ത് ആണ് കഴിച്ചു വിട്ടത്. ഏറ്റുമാനൂക്കാരൻ. ഭർത്താവിന്റെ പേര് സെബാസ്റ്റ്യൻ. അവർക്ക് 4 മക്കള്. 3 ആൺമക്കളും 1 പെൺകുട്ടിയാണ്. അവരൊക്കെ കൃഷിയാണ്. ഭർത്താവ് മരിച്ചുപോയി. ത്രേസ്യാമ്മയുടെ ഇളയ ജോസ് എന്ന് പറയാം. ജോസ് ഇവിടെ കുടഞ്ഞി തന്നെ താമസിക്കും. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യയുടെ പേര് മേരി. മേരിയുടെ പേര് കല്ലാനോട് എന്ന് പറയും. കല്ലാനോട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് പാണ്ടമ്മാനായി. എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ് അവര്. കൃഷി കാര്യങ്ങളാണോ? അവർക്ക് കൃഷി കാര്യങ്ങൾ. അതിന്റെ ജോസിന്റെ ഇളയതാ? ജോസിന്റെ ഇളയതിന്റെ പേര് സിസ്റ്ററാണ്. ഇപ്പം വയനാട്ടില നടവയില്ല. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ബെനീറ്റ. എവിടെയാണ്? ബെനീറ്റ ഇപ്പം വയനാട് നടവയിൽ എന്ന സ്ഥലത്ത്. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? അത് CMC ജോലിയാണ്. നേഴ്സായിരുന്നു. ഇപ്പൊ റിട്ടയറായി. നടവയില്ല അവിടെ കോൺവെന്റിൽ നിൽക്കുന്നു. ചെയ്യുന്നുണ്ട്. രോഗികളൊക്കെ നോക്കുന്നുണ്ട്. അടുത്തയാള് സിസ്റ്റർ റെറ്റി. സിസ്റ്റർ ഉത്തരാഖണ്ഡിൽ സേവനം മേഖല. ഏത് കോൺഗ്രിഗേഷന് വേണ്ടിയിട്ടാണ്? ഉർസലൈൻ എന്ന് പറയും. ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പം പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അതിന് താഴെയുള്ള ആള്? അതിന്റെ ആള് USA നേഴ്സാണ്. നേഴ്സാണ്. കുടുംബസമേതം അവര് USA-ലാണോ? അതെ. USA-ലാണ്. ഭർത്താവിന്റെ പേര് അഗസ്റ്റിൻ. ഏത് വീട്ടിലേക്കാണ് വിവാഹം ചെയ്തത്? ചെറിയമ്പുറത്ത്. അത് കൂരാച്ചുണ്ട്. കോഴിക്കോട് കുടുംബത്തിലേക്കാണ് അഗസ്റ്റാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. 2 ആൺമക്കളാണ്. അവർക്കുള്ളത്. അതിന്റെ ഇളയത്? അതിന്റെ ഇളയത് എന്റെ ഇളയത് പിന്നെ ലയോണി. അവര് തിരുവമ്പാടിയാണ്. തിരുവാമ്പാടി എന്ന സ്ഥലത്തേക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് 2 മക്കളാണ്. അവരുടെ വീട്ടുപേര്? പുരയിടത്തിൽ. ഭർത്താവിന്റെ പേര്? ജോസ്. അവര് ഏത് മേഖലയിലാണ്? അവര് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. രണ്ടുപേരും റിട്ടയറായി. ലയോണിന്റെ ഇളയത്? ബോബി എന്ന് പറയും. അവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അവിടെ എഞ്ചിനീയറാണ്. ഇവിടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മിനി. എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട്ടുപേര്? പുതിയടത്തുചാലിൽ. നിന്നാണ് വീട്ടുപേര്. സ്ഥലം ഇരട്ടി. പുതിയടത്തുചാൽ കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. 2 മക്കളാണ് അവർക്കുള്ളത്. അടുത്ത മോളി ചേച്ചിയുടെ കുടുംബവിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിന് എത്ര ആണ് എത്ര പെണ്ണുണ്ട്? 3 ആണും 4 പെണ്ണും. 3 ആണും 4 പെണ്ണും. ഏറ്റവും മൂത്തയാളുടെ പേര്?
ലിസി എന്നാണ്, സഹോദരിയാണ്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? കൂടരഞ്ഞി തന്നെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് തെങ്ങുംപള്ളി എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോർജ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അടുത്തയാള് മേരി സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ ഒഫീഷ്യൽ പേര് എങ്ങനെയാണ്? സിസ്റ്റർ വിനീത എന്നാണ്. സിസ്റ്റർ ഏത് കോൺഗ്രിഗേഷൻ? അഡറേഷൻ കോൺവെന്റ് വയനാട്ടിലാണ്. സിസ്റ്റർ ഏത് നഴ്സറി ടീച്ചറായിട്ട് സിസ്റ്റർ വർക്ക് ചെയ്യുന്നു. അടുത്തയാള് കല്ലൂരിൽ എന്നാണ് സ്ഥലം. വീട്ടുപേര് ചക്കാലക്കുടിയിൽ എന്നാണ് വീട്ടുപേര്. 3 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് മോളിച്ചേച്ചിയാണ്. അതിന്റെ താഴെയുള്ളത് 4മത്തെയാണ്. മോളിച്ചേച്ചിയുടെ ഡൊമിനിക്കാണ്. ഡൊമിനിക്ക് എവിടെയാണ് താമസിക്കുന്നത്? മാനന്തവാടിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഡൊമിനിക്കിന്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്. മിനിയുടെ വീട്ടുപേര് കൈതക്കൽ. സ്ഥലം മുതക്കര കൈതക്ക കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ബേബി. എവിടെയാണ് താമസിക്കുന്നത്? മാനന്തവാടി തന്നെയാണ് താമസിക്കുന്നത്. ബേബിയുടെ ഭാര്യയുടെ പേര് ബിൻസി. വീട്ടുപേരെന്താണ്? കുന്നത്ത് എന്നാണ്. സ്ഥലം കണിയാരം എന്ന സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ലക്സി എന്നാണ് പേര്. ലക്സി വിവാഹം ചെയ്തിരിക്കുന്നത് ഈങ്ങാപ്പുഴ എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കാക്കനാട്ട്. ഭർത്താവിന്റെ പേര് സജി. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. ഈ സഹോദരന്മാർക്ക് ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ? ഇല്ല. എല്ലാവരും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾക്ക് പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉള്ളത്? കൈക്കാരനായിട്ടുണ്ട്. കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്. പള്ളി വൈസ് കൗൺസിൽ മെമ്പറായിരുന്നു. 2 പേരും മെമ്പറായിരുന്നിട്ടുണ്ടോ? 2 പേരും വൈസ് കൗൺസിൽ മെമ്പറായിരുന്നിട്ടുണ്ട്. സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ? സംഘത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നോ? അതോ കൃഷിയായിരുന്നോ? കൃഷിയൊക്കെ തന്നെയായിരുന്നു. പഠിച്ചതാണ്? ഞാന് ബികോം വരെ പഠിച്ചത്. എവിടെയാണ് പഠിച്ചത്? ഞാനിവിടെ തിരുവാമ്പാടിയിലാണ് ബികോം പഠിക്കുന്നത്. സ്കൂൾ പഠിക്കുന്നതൊക്കെ കുടരഞ്ഞിയിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമല്ല. പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫാമിലിയാണ്. നിങ്ങൾ കുടരഞ്ഞിയിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.